കാശ ബായ് എന്തിന് ബായ് നിങ്ങൾ വെറുപ്പാർന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ പൂശിപ്പണി നടക്കാത്തത് അത് ഇപ്പുറത്തെ 1300 സ്ക്വയർ ഫീറ്റ് മാനേജർ കൊടുത്താണ്. നിങ്ങൾ എന്തിനാ ചാന്ത് കുഴച്ചിട്ടേ അവിടെ പണി ഇന്ന് തീർത്തു കൊടുക്കണം ബിൽഡിംഗ്. ഞാൻ വിളിക്കാം ശരി. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ ചെറുക്കന്റെ റേഞ്ച് മാറിയണ്ട. സത്യം 5-4 കൂട്ടാറിനോടാത്ത ചെറുക്കനായിരുന്നു, ഇപ്പൊ 10 പറയുന്നത്. അല്ലേ അതിലൊന്നും ഒരു കാര്യമില്ല. നിനക്കറിയോ എടാ ബംഗാളിമാരോട് കണ്ടാ ഞാൻ 3 നേരം ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അല്ലെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു എഞ്ചിനീയർ അല്ലേ? അതും സിവില്. ഇനി കേരളത്തിൽ എന്തെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങളാണ് വരാൻ പോണത്. കേരള ബുർജ് ഖലീഫ, ഇടവ ടവർ. എടാ പണി തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ക്ലയന്റ് വിളിച്ചു നോക്കിയെന്നറിയോ, എന്റെ കട്ടിൽ എന്തരായി, എന്റെ AC ലൈൻ എന്തരായി. എടാ ഞാനൊന്ന് ബാത്റൂമില് പച്ചയ്ക്ക് പറഞ്ഞ ബാത്റൂമിൽ ഇരിക്കുമ്പോഴേ ചോദിക്കുന്നതാണ്, ഹലോ റൂം എന്തരായെന്ന്. 4 വർഷം ബിടെക് പഠിച്ച നീ ഈ പണിക്കാ പോണ? ഗൾഫ് കയറി പൊക്കൂടെ? അതാണല്ലോ ഈ സിവിൽ എഞ്ചിനീയറിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ. ഓട്ടോ കാർഡും പഠിച്ചപ്പോ AC പോയിരുന്നു വരയ്ക്കൂടാ. 4 വർഷം കുത്തിയിരുന്ന് പഠിച്ച സിവിൽ എഞ്ചിനീയറാ ഞാൻ. ബംഗാളിലൂടെ പോയി സൈറ്റിൽ പോയി വെയിലുകൊണ്ട് പണിയെടുക്കും. അല്ലെ എനിക്ക് ഇതിന്റെ വിഷമം മനസ്സിലായില്ലേ. പിന്നെ ഇല്ല രാംകോ സിമെന്റിന്റെ കൂടെ കിട്ടുന്ന ആ കോയിൻ എനിക്ക് ഇനി തരും. അതിലേലും കുഴപ്പമില്ല, മറ്റേ ഏഷ്യൻ പെയിന്റ്സിൽ നിന്ന് കിട്ടുന്ന ആ സ്ലിപ്പ് ആയാലും മതി. ഇതാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഒന്നും പോകാത്ത. ഞാനൊരു വെറൈറ്റി കോഴ്സ് അങ്ങ് പോയി പഠിച്ചു. അല്ലെ അതെന്തൊരു കോഴ്സല്ലേ നീ പഠിച്ചത്? ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അതായത് നീ വേറെ ആരും പറയല്ലേ, എനിക്ക് വിഴിഞ്ഞും പോർട്ടി ആദ്യം കയറാനുള്ളതാണ് പറഞ്ഞോളല്ലേ. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ആവുമെന്നും പറഞ്ഞ് ഞാൻ പോയി ഒരു കോഴ്സ് അങ്ങ് എടുത്തു, ACCA. അളേ അപ്പൊ നിനക്ക് എത്ര വയസ്സായി ഇപ്പം? 24. രക്ഷോടും അളിയ ഇതിനെയും കാട്ടി ഭേദമളിയാ സിവിലിയൻ ബംഗാളി. അരെ ഭായ് സാബ് ചപ്പാത്തി റെഡിയേ? ആ ചപ്പാത്തി റെഡി. കറി എന്തിന്? ഉള്ളംകിഴങ്ങ. അപ്പൊ ഇന്നും പോയി എല്ലാം. ये विजिंगम वाटर सी पोर्ट है। मैं केरला के लोगों को बहुत बहुत बधाई देता हूँ।